ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി. 7 ആം ആദ്മി പാർട്ടി എംഎൽഎമാർ രാജിവെച്ചു. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് എംഎൽഎമാർ. വിവരങ്ങൾ നൽകാനായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരു വേളയിലാണ് ഈ ഒരു കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. അഴിമതി എന്നൊരു വിഷയം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഈ ഒരു രാജിക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? എന്തായാലും ഇത് ആം ആദ്മിക്ക് വലിയ തിരിച്ചടി എന്നൊരു രീതിയിൽ തന്നെ വിലയിരുത്താമല്ലേ? ഹിമ, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്, ഞെട്ടലുണ്ട്. പക്ഷേ ഈ 7 MLA-മാരും അവർക്ക് ഈ 2025 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തവരാണ്. മാത്രമല്ല, ഈ രാജിക്കത്ത് എന്ന് പറയുന്നത് ഒരു സെറോക്സ് കോപ്പി പോലെയാണ്. ഉള്ളടക്കം ഏകദേശം ഒരേതാണെന്ന് പറയാം. ആം ആദ്മി പാർട്ടി രൂപീകരിച്ച കാലം തൊട്ട് അവർ തുടർന്ന് വന്ന മൂല്യങ്ങൾ, അണ്ണാ ഹസാരെ പ്രതിഷേധമെല്ലാം ആ മൂല്യങ്ങളിൽ നിന്നും ഇപ്പോൾ വ്യതിചലിച്ചു പോയിരിക്കുന്നു, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 7 പേരും രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലെ കോമൺ കാര്യം എന്ന് പറയുന്നത് 7 പേർക്കും വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, ക്രിമിനൽ കേസടക്കം ചൂണ്ടിക്കാട്ടി, അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി 2025 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രാജി എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വാദം. എന്തായാലും ഈ MLA-മാർ തൊട്ടടുത്ത ദിവസങ്ങൾ, നാളെയോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോ മറ്റേതെങ്കിലും ദിവസമോ BJP-യിൽ അംഗത്വം എടുക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും തിരഞ്ഞെടുപ്പ് ഇത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഷോക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ആഘാതമായിരിക്കുകയാണ് 7 MLA-മാരുടെ രാജി.